ഞാൻ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദിനെയും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെയും വളരെ ശക്തമായി കുറ്റം പറയുന്ന വിരോധികളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആ ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെയെങ്കിലും നിങ്ങൾക്ക് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ പറ്റി ഒരല്പസമയം ആലോചിച്ച് തെറി പറയാൻ ഉദ്ദേശിക്കുമ്പോൾ, ആ തെറി പറയുന്നതിന്റെ മുമ്പ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വർഗം വാഗ്ദാനം ചെയ്യുകയും കണക്ക് വെച്ച് പരിശോധിച്ചാൽ 10,000 വീടുകൾ സ്വർഗത്തിൽ വാങ്ങാൻ അവകാശപ്പെട്ട ഒരാളെയാണ് എന്ന് തന്നെയെങ്കിലും ചിന്തിച്ചുകൂടെ എന്ന് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് അതുപോലെ തന്നെ സ്വഹീഹായ മറ്റൊരു ഹദീസ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. അനാവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ വളരെ അടുത്ത് ഈ 2 വിരലുകളിൽ എത്രമാത്രം അടുത്താണോ അതുപോലെ സമീപത്തായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 10,000 യതീമക്കളെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ വളർത്തിക്കൊണ്ടുവന്നു, അവർക്ക് ഉചിതമായ ജോലി നൽകി, അവരുടെ കുടുംബം പോറ്റാനുള്ള മാർഗം വരെ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ 10,000 യതീംകുട്ടികൾ, അവരിൽ തന്നെ നന്നേ ചെറിയ യതീംകുട്ടികൾ, 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾ, അവർക്ക് സഹായം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. പെൺകുട്ടികളായ അനാഥകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ 10,000 യതീമക്കളെ വാർത്തുവിട്ട ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ അനുമോദിക്കാൻ തയ്യാറാകേണ്ടതില്ല. നിങ്ങൾ അവരുടെ 50 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ തയ്യാറാകണമെന്നല്ല ഞാൻ പറയുന്നത്. എതിരാളികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. ആ നബി തങ്ങളുടെ വാചകത്തെ തന്നെയെങ്കിലും 1 മിനിറ്റ് നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്ക് തെറി പറയാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തേണ്ടിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൻ ഫറജ അൻ അഖീഹി കുർബത്തൻ മിൻ കുറബി ദുനിയാ ഫറജല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബിൽ ആഖിറ എന്ന് പറയുന്ന മുത്തഫഖുൻ അലൈഹിയായ 3ാമത്തെ ഹദീസ് കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രയാസം, ആ പ്രയാസം അകറ്റാൻ വേണ്ടി അല്ലാഹുവിന്റെ വജ്ഹ് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ശ്രമിച്ചാൽ നാളെ പരലോകത്തെ ഏറ്റവും വലിയ കുർബത്ത് അവനെ തൊട്ട് തട്ടിമാറ്റുമെന്നും അവനെ സ്വർഗത്തിൽ അല്ലാഹു തആല എത്തിക്കുമെന്നും മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് എങ്കിൽ നിങ്ങളൊന്ന് മർക്കസിലേക്ക് വന്നു നോക്കൂ. പെൺകുട്ടികളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടായി എത്രയെത്ര ആളുകളാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദിന്റെ അടുത്ത് വന്ന് സഹായം തേടുന്നതും ആ സഹായം വാങ്ങി തിരിച്ചു പോകുന്നതും. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉസ്താദേ, അവിടുത്തെ സഹായം കൊണ്ട് എന്റെ പെൺകുട്ടിയുടെ, എന്റെ മകളുടെ, എന്റെ പെങ്ങളുടെ ആ കണ്ണുനീര് തുടക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവര് അവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് നന്ദി പറയുന്നതും ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന 10,000 ആളുകൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ വെച്ച് കാന്തപുരം ഉസ്താദിനെ കണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യം നൽകി അവരുടെ പ്രയാസമകറ്റിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മൻ ഫറജ അൻ അഖീഹി കുർബത്തൻ മിൻ കുറബി ദുനിയാ ഫറജല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബിൽ ആഖിറ എന്ന് പറയുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വലിയ തൗഫീഖാണ്. ഏതൊക്കെ വിധേനെ അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രത്യേക ഓഫറുകളായി സ്വർഗം നൽകിയോ, ആ ഓഫറുകളിലേക്ക് മുഴുവനും കടന്നു വരാനുള്ള യോഗ്യത തന്റെ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെച്ച കാന്തപുരം ഉസ്താദിനെ ആദരിക്കുക എന്നത് വിശ്വാസിയുടെ ഒരു ബാധ്യതയാണ് എന്ന് മാത്രമേ ഞാൻ ഉണർത്തുന്നുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിജ്ഞാനം നൽകി
അതിന് മർക്കസ് എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തിന്റെ വടക്കും തെക്കുമായി 100 കണക്കിന് സ്ഥാപനമുണ്ടായി. ഇവിടെ തന്നെ മുഹിമ്മാത്തിന്റെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തയ്യാറായത്. ഒരു കുട്ടി തന്നെയെങ്കിലും ഒരക്ഷരം പഠിച്ചെങ്കിൽ, ഒരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ പഠിച്ചെങ്കിൽ യാതൊരു സംശയവുമില്ല നാളെ ആഖിറത്തിൽ അതിന് വലിയ പുണ്യമുണ്ടാകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്, മർക്കസിന്, കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി സംഘടനകൾക്ക്, അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്ക് സാധിച്ചു എങ്കിൽ ഇത് അംഗീകരിക്കാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടു പോയവർ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ലോകം ഇത് മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. സുന്നത്തിയമായത്തിന് വേണ്ടി ജീവിച്ചു, തന്റെ ഊണും ഉറക്കവും എല്ലാം സുന്നത്തിയമായത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ചു. അത് നിങ്ങളൊക്കെ മനസ്സിലാക്കി. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലുമുള്ള പണ്ഡിതന്മാരും മുസ്ലിം ബഹുജനങ്ങളും കാന്തപുരം ഉസ്താദിന്റെ സേവനങ്ങൾ മനസ്സിലാക്കി. ലോകത്തുള്ള ഇതര രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളും അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അമേരിക്കയിൽ, കാനഡയിൽ, സൗത്ത് ആഫ്രിക്കയിൽ, ഈജിപ്തിൽ, ലിബിയയിൽ, തുണീഷ്യയിൽ, അൾജീരിയയിൽ, മലേഷ്യയിൽ, ബ്രൂണായിൽ, സിംഗപ്പൂരിൽ, ഹോങ്കോങ്ങിൽ, ഗൾഫ് രാജ്യങ്ങളിൽ അവിടെയൊക്കെയുള്ള പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ഒരു പരിപാടി ഞങ്ങൾക്ക് വേണം, ഒന്നവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ സുന്നത്തിയമായത്തിന്റെ ശരിയായ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദിനോട് അപേക്ഷിക്കുകയും ആ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ പോയിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുന്നത്തിയമായത്തിന്റെ ശബ്ദം ഉറക്കെ പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് അവസരം നൽകുകയുണ്ടായി. കാരണം ലോകം മനസ്സിലാക്കി സുന്നത്തിയമായത്തിന് നേതൃത്വം നൽകാൻ പറ്റിയത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അടങ്ങിയിരുന്നില്ല. നിങ്ങൾക്കറിയില്ലേ, കർണാടക ഗവൺമെന്റിനെ നേരിട്ട് ചെന്നുകൊണ്ട് അവിടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജഗദീഷ് ഷെട്ടറിനെയും മറ്റും കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മാദനിക്ക് ചികിത്സാ സൗകര്യം നൽകണം എന്ന് പ്രഖ്യാപിച്ചത് 1 വർഷം മുമ്പാണ്. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അവിടെ ചികിത്സാ സൗകര്യം നൽകാൻ കർണാടക ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. എന്നാൽ 1.5 വർഷം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് കാന്തപുരം ഉസ്താദ് പറഞ്ഞ് 3 ദിവസം കഴിയുന്നതിന്റെ മുമ്പ് അന്ന് വേണ്ടതായ എല്ലാ ചികിത്സയും ലഭ്യമാക്കിയെങ്കിൽ പ്രവാസികൾ നിതാഖാത്തിന്റെ പേരിൽ, ഹുറൂബിന്റെ പേരിൽ വളരെയധികം പ്രയാസം അനുഭവിച്ചപ്പോൾ ജിദ്ദയിൽ ചെന്നുകൊണ്ട് അന്നത്തെ മക്കയുടെ അമീറായിരുന്ന ഖാലിദുൽ ഫൈസലിനെ കണ്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നും അവർക്ക് നിങ്ങൾ നിശ്ചയിച്ച അൾട്ടിമേറ്റം അത് പിൻവലിച്ച് കാലാവധി നീട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ 1 വട്ടമല്ല 2 വട്ടങ്ങളിലായി പ്രിയപ്പെട്ട സഹോദരന്മാരെ 6 മാസത്തിലധികം കാലാവധി ഹുറൂബ് കേസിൽപ്പെട്ട, നിതാഖാത്ത് കേസിൽപ്പെട്ട പാവപ്പെട്ട പ്രവാസികളായ ഭാരതീയർക്ക് സൗദി ഗവൺമെന്റ് ചെയ്തു കൊടുക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ നമ്മുടെ നാട്ടിലെ പ്രവാസ മന്ത്രിമാരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഗവൺമെന്റുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ആ പരിപാടികളിലൊക്കെ പോയി നേരിട്ട് സാക്ഷിയായപ്പോൾ ഗവർണർ പറഞ്ഞു, നിങ്ങൾ വന്നതുകൊണ്ട് എന്തായാലും അതിനു വേണ്ടത് ഞങ്ങൾ ചെയ്യും എന്നാണ്. രാഷ്ട്രീയ കലുഷിതമായ കേരളത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വടക്ക് നിന്ന് തെക്കോട്ട് കേരള യാത്ര നടത്തിക്കൊണ്ട് എല്ലാ തരം ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിലെ വൈവിധ്യങ്ങളാവാം, നിങ്ങൾക്ക് മതങ്ങളിലെ വൈവിധ്യമാകാം, നിങ്ങൾക്ക് സംസ്കാരങ്ങളിലെ വൈവിധ്യമാകാം. പക്ഷേ നമ്മുടെ മണ്ണ് നമ്മുടേത് മാത്രമാണ്. നമ്മൾ ശ്വസിക്കുന്നത് ഒരേ വായുവല്ലേ, നമ്മൾ കുടിക്കുന്നത് ഒരേ വെള്ളമല്ലേ, ഒരേ ആകാശത്തിന്
മരത്തിന് ചുവട്ടിലല്ലേ നമ്മൾ മുഴുവൻ താമസിക്കുന്നത്? ഒരേ ഭൂമി അമ്മയുടെ മാതിലല്ലേ നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത്? അതുകൊണ്ട് സമാധാനം വഞ്ചിക്കുന്ന, ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന, കലാപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മുഴുവൻ രാഷ്ട്രീയക്കാരും വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കേരള യാത്ര നടത്തിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരള ജനത രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് മത ജാതി